ഒരു നാട്ടിൽ ഒരു പാമ്പാട്ടി കുറേ അധികം പാമ്പുകളുമായിട്ട് ഇങ്ങനെ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ആ പാമ്പുകളെ കൊണ്ടുപോയി ഓരോ നാട്ടിലും കൊണ്ടുപോയി അതിനെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് അതിൽ നിന്നുള്ള വരുമാനം വാങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ആ കൂട്ടത്തിൽ ഏറ്റവും ആകർഷണം തോന്നിയിരുന്ന ഒരു പാമ്പ്, ഒരു സർപ്പം. അതിങ്ങനെ പത്തി വിടർത്തി ആടുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. ഇത് കാണാൻ ധാരാളം ആളുകൾ കൂടുകയും ചെയ്യും. അങ്ങനെ ഇങ്ങനെ വരുമാനം വന്നുകൊണ്ടേയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആ ഒരു സുന്ദരമായ പ്രൗഢിയുള്ള ആ സർപ്പത്തെ ഒരു മോഷ്ടാവ് മോഷ്ടിച്ചുകൊണ്ട് പോയി. അദ്ദേഹം രാവിലെ നോക്കിയപ്പോൾ തൻ്റെ ആ സുന്ദരമായ പാമ്പിനെ കാണുന്നില്ല. ഒരുപാട് വിഷമിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ദിവസങ്ങളെ കഴിച്ചു കൂട്ടി. ഒരു ദിവസം ഒരു നാട്ടിലൂടെ ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ കുറേ അധികം ആളുകൾ കൂടി നിൽക്കുന്നത് കാണുകയാണ്. ഇദ്ദേഹം അടുത്ത് നിന്ന് നോക്കിയപ്പോൾ തൻ്റെ ആ ഒരു പ്രൗഢിയുള്ള പാമ്പും അതിനെ മോഷ്ടിച്ചു കൊണ്ടുപോയ മോഷ്ടാവും അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. പാമ്പിനെ ഈ ആളുകളെല്ലാം കൂടി കൊന്നു കളഞ്ഞു. ആ മോഷ്ടാവ് ആ പാമ്പിൻ്റെ അടുത്ത് പാമ്പിൻ്റെ തന്നെ കടിയേറ്റ് കിടപ്പുണ്ട്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും തൻ്റെ പാമ്പിനെ തിരിച്ചു കിട്ടാത്തതിൽ വിഷമം പൂണ്ട് ദൈവത്തെ ശപിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന പാമ്പാട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി. ആ ദൈവം തന്നെ സംരക്ഷിക്കുകയായിരുന്നു. താൻ ഈ പാമ്പിനെ കുറേ അധികം ദിവസവും കൂടി വെച്ചിരുന്നുവെങ്കിൽ ആരെയെങ്കിലും ഒന്ന് കൊത്താൻ തക്കം പാർത്തിരുന്ന ഈ പാമ്പിൻ്റെ കടിയേറ്റ് താൻ മരണപ്പെട്ടു പോയനെ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്ക് ദൈവത്തോട് വല്ലാണ്ട് അടുപ്പം ഉണ്ടാവും. നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. തൻ്റെ ജീവിത മാർഗത്തെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോടുള്ള ആ പ്രാർത്ഥന ദൈവം നിരാകരിക്കുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് പലപ്പോഴും തന്നെ അവഗണിക്കുന്ന ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെയുള്ള സത്യസന്ധമായ എന്തെങ്കിലുമൊക്കെ അവസ്ഥകളുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നല്ലത് പ്രവർത്തിച്ച് നല്ലത് മാത്രം ചിന്തിച്ച് നല്ലതിനെ മാത്രം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ അങ്ങനെ നമ്മളെ അവഗണിക്കുമ്പോഴും ആ അവഗണനയുടെ എല്ലാം പിന്നിൽ നമ്മളെ സംരക്ഷിക്കാൻ ദൈവത്തിന് മറ്റൊരു മാർഗം ഉണ്ടാവും. ആ മാർഗം നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും.